തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിന് പണം കൊടുത്ത ആളെ കൂട്ടുന്നുവെന്ന ആരോപണത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡിജിപിക്കും പരാതി നൽകി. പണം നൽകിയ ആളെ കൂട്ടേണ്ട ഗതികേട് വന്നിട്ടില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഉറപ്പായ CPM അവസാനം ഇറക്കിയ ആയുധമാണ്. ഇവിടെ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കരുത്. 2 തവണ വട്ടിയൂർക്കാവിൽ ഞാൻ ജയിച്ചത് കൂലിക്ക് ആളെ കൊണ്ടുവന്നിട്ടല്ല. ഇത്തവണ ഫൈറ്റ് ചെയ്യുന്നതും എൻ്റെ പാർട്ടിയുടെ, എൻ്റെ മുന്നണിയുടെ ശക്തിയിൽ തന്നെയാണ്. സ്ഥാനം നഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടുള്ള ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു കുടില തന്ത്രം തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നിൽ. UDFനെ ടാറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയാണ്. അത് നടപ്പില്ല. നിയമ നടപടി ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും DGPക്കും കൊടുത്തിട്ടുണ്ട്. എന്താ റിസൾട്ട് നോക്കുന്നത്? പ്രവർത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ആളെ കൂട്ടാൻ പരസ്യമിടുന്നു എന്നാൽ ഇത് പുറത്തായപ്പോൾ ആരോപണം തന്റെ നേരെയാക്കിയെന്ന് പറയുകയാണ് VK പ്രശാന്ത്. സ്ഥാനാർത്ഥിക്ക് കൂടെ പോകാനും പ്രവർത്തിക്കാനും ആളില്ല എന്നുകൂടി VK പ്രശാന്ത് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അദ്ദേഹമാണ് പരാജയ ഭീതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ BJP ആണ് വരുന്നത്. UDFന്റെ പ്രവർത്തകന്മാരെ ഒരിടത്തും കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരടക്കം പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കൂടെ കൂട്ടി റാലി നടത്തുന്നു, സ്ക്വാഡ് വർക്ക് നടത്തുന്നു. എന്നിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയുടെ പേർക്ക് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് ഉന്നയിക്കുന്നത് ശരിയല്ല. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. മേഖലാ മുരളി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മേഖല, എന്താണ് സംഭവം? 500 രൂപ പരിപാടി എന്താണ്? അതിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം എന്താണെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൂടാ, അല്ലേ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. അതിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ പല പല വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഡീലാരോപണം തുടങ്ങിയത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്നലെ വ്യാപകമായ ഒരു സ്ക്രീൻഷോട്ട് UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെതിരെ പ്രചരിക്കുന്നു. അതിൽ പറയുന്നത് 511 രൂപ കൊടുത്ത് UDF ജാഥയ്ക്കായി ആളെ കൂട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും അങ്ങനെ ആവശ്യപ്പെടുന്ന 511 രൂപ നൽകും. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാകും. 5 മണി മുതൽ 10 മണി വരെയാണ് ഡ്യൂട്ടി സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യത്തിന്റെ സ്ക്രീൻഷോട്ടാണ് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തത്. അതിലാണ് ആദ്യ പ്രതികരണം കെ മുരളീധരൻ്റെതായിട്ടുണ്ടാകുന്നത്. അതിൽ പറയുന്നത് LDF സ്ഥാനാർത്ഥിക്കാണ് ഇതിൽ ഉത്തരവാദിത്തം. LDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ LDFും 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചീപ്പ് കളിയാണ് ഇത് എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനൊരു ഗതികേട് 14 തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഗതികേട്, പണം കൊടുത്ത ആളെ കൂട്ടേണ്ട ഗതികേട് തനിക്കില്ല. അത് വളരെ മോശമായി തന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നടക്കമുള്ള LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ കുടല തന്ത്രമാണ് ഈ ഒരു ആരോപണം അടക്കമുള്ള കാര്യങ്ങളാണ് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു, ഒരു പരാതി കൊടുക്കുന്നു, റിട്ടേൺ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ LDF 3ാം സ്ഥാനത്താണ്, BJP 2ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം കൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. പക്ഷേ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VK പ്രശാന്ത് അത് പ്രതിരോധിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, തങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തോൽക്കുമെന്നൊരു അങ്കലാപ്പിലാണ് കെ മുരളീധരൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ കൂടെ പോകാൻ ആളില്ല. മറ്റു മണ്ഡലങ്ങളിൽ നിന്നടക്കം എത്തിയാണ് UDF സ്ഥാനാർത്ഥിയുടെ കൂടെ ആളുകൾ നിൽക്കുന്നത്. ജാഥയ്ക്ക് ആളില്ല. അതുപോലെ തന്നെ ഒരു പ്രചരണ പരിപാടികളിലും ആളില്ല. അത് UDFന്റെ ഒരു ഗതികേടാണ്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമിട്ടത് എന്നുള്ള കാര്യം. സ്ക്രീൻഷോട്ടിനെ ചൊല്ലിയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് പ്രശ്നമുണ്ടാവുന്നത്. അപ്പൊ എന്തോ 511 രൂപ കണക്കെന്ന് തോന്നുന്നറിയില്ല. അത് 15 രൂപ കണക്കെന്ന് തോന്നും. 511 10 ചായ, ചിലപ്പോൾ ചായ കൂടെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ സ്ക്രീൻഷോട്ടിനെ ആധാരമാക്കി പ്രതികരണങ്ങൾ നടത്തുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കാര്യം നമുക്ക് വടകരയിലെ ഒരു സ്ക്രീൻഷോട്ട് ഓർമ്മയുണ്ട്. അത് ഫേക്ക് ആണെന്നുള്ളതും പിന്നീട് അത് എവിടത്തെ നിൽക്കുന്നു എന്നുള്ളതും അന്വേഷണം എവിടെ എത്താൻ നിൽക്കുന്നോ നമുക്കറിയാം. അതുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ടിൽ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അത്ര നല്ലതാവോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. കെ മുരളീധരൻ പറഞ്ഞേക്കുന്നത് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഗതികേട്, ഞങ്ങൾക്ക് പക്ഷേ ഇത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് LDF പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.